വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ പ്രത്യേക ബിരുദദാന ചടങ്ങ് സർവകലാശാല സെനറ്റ് ഹാളിൽ നടത്തി. സർവകലാശാല ചാൻസലറും കേരള ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. നിലവിൽ ആര്യവൈദ്യശാലയുടെ അമരക്കാരൻ, ആഗോളതലത്തിൽ ആയുർവേദത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ശാസ്ത്രശാഖയായി വളരാൻ പ്രേരിപ്പിച്ച മുഖ്യ വ്യക്തി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ, പാലിയേറ്റീവ് കെയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MR രാജഗോപാൽ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാനായ S സോമനാഥ്, ISROയുടെ യശസ്, ചന്ദ്രയാൻ, മംഗളയാൻ തുടങ്ങിയ നാഴികക്കല്ലുകൾ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് വാനോളം ഉയർത്തിയ റോക്കറ്റ് ടെക്നോളജിസ്റ്റ് എന്നിവർക്കാണ് ഹോണററി ഡോക്ടറേറ്റ് നൽകി സർവകലാശാല ആദരിച്ചത്. ആരോഗ്യശാസ്ത്ര സാങ്കേതിക രംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് ഇവർക്ക് ഹോണററി ഡോക്ടറേറ്റ് ഡിഗ്രി നൽകിയത്. അവാർഡ് ജേതാക്കൾക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈമാറിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിച്ചു. Which is the ultimate purpose of education. The august presence of Dr. S. Somnath has added sparkle to this ceremony for more than one reason. His strategic vision and untiring commitment to excellence have elevated India's stature in the Committee of Nations by propelling Indian Space Research Organization to new heights and orchestrating landmark missions such as Chandrayaan and Mangalyaan. These missions have both showcased India's technological prowess on the world stage and expanded our understanding of the cosmos to new levels. ബഹിരാകാശത്തെ സാങ്കേതിക വൈദഗ്ധ്യത്തോടെ സമീപിച്ച് ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രതിഭയാണ് S സോമനാഥ് എന്ന് ഗവർണർ പറഞ്ഞു. ആയിരക്കണക്കിന് രോഗികൾക്ക് സ്വാന്തനമേകുന്ന ചികിത്സാ സമ്പ്രദായം നടപ്പിലാക്കിയതിലൂടെ നൂറുകണക്കിന് വിഷംകൊരന്മാരെ പാലിയേറ്റീവ് കെയർ എന്ന ചികിത്സാ സമ്പ്രദായത്തിലേക്ക് ആകർഷിക്കുവാൻ മുൻകൈയെടുത്ത മനുഷ്യസ്നേഹിയാണ് ഡോക്ടർ MR രാജഗോപാൽ എന്ന് ഗവർണർ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ശാസ്ത്രീയമായ ആയുർവേദ പഠനത്തിന് നേതൃത്വം നൽകി ആയുർവേദ ശാസ്ത്രത്തിന്റെ പുരാതന നൂതന സമ്പ്രദായങ്ങളെ കോർത്തിണക്കി പുത്തൻ ഉണർവ് പകർന്നു ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തു. ഈ അവാർഡ് ദാനം മുഴുവൻ കേരള ജനതയ്ക്കും വേണ്ടി ആരോഗ്യശാസ്ത്ര സർവകലാശാല ചെയ്തതാണ് എന്നതിൽ അഭിമാനിക്കാമെന്നും അർപ്പണ ബോധമുള്ള ആരോഗ്യ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിൽ സർവകലാശാലയുടെ പങ്ക് സ്തുത്യർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VCV ന്യൂസ്, മുളങ്കുന്നത്തുകാവ്.